ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ RC ബുക്കിൽ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടമായി മാറിയിട്ടുണ്ട്. ഇനി RC ബുക്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്താൽ മാത്രമേ വാഹനങ്ങളുടെ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, വാഹനങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ നെയിം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും RC ബുക്കിൽ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. നമുക്ക് സ്വന്തമായി തന്നെ RC ബുക്കിൽ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിൽ പോകുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി നമുക്ക് ഫസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് ഈ സെർച്ച് ബാറിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഈ പരിവാഹൻ വെബ്സൈറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അടുത്തതായി ഓൺലൈൻ സർവീസ് എന്ന ഓപ്ഷൻ ടോപ്പിൽ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കുറേയേറെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കേരള സ്റ്റേറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ ഫിൽ ചെയ്യേണ്ടത് ചൂസ് ഓപ്ഷൻ ടു അവൈൽ സർവീസ് എന്ന ഇൻ്റർഫേസ് സൈഡിലായി കാണാൻ സാധിക്കും. ഇതിലാണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. ഇതിൽ ഫസ്റ്റ് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ കാണുന്ന ബോക്സ് ഒക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് നമുക്ക് വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്യാം. നിങ്ങളുടെ ബൈക്കായിരിക്കാം, കാറായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏത് വാഹനമായിരുന്നാലും അതിൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായി ഈ താഴെ കാണുന്ന ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. ഇതിൽ നമുക്ക് വെഹിക്കിൾ നമ്പർ കാണാൻ സാധിക്കും. താഴെയായി ചേസ് നമ്പർ എന്ന ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് വാഹനത്തിൻ്റെ ചേസ് നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ചേസ് നമ്പർ RC ബുക്കിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കോപ്പിയിലോ കാണാൻ സാധിക്കും. അതിവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ആധാർ OTP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ആധാർ നമ്പർ, വെർച്വൽ ആധാർ ID എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ആധാർ നമ്പർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്തതായി നിങ്ങളുടെ ആധാർ നമ്പർ ഈ ബോക്സിൽ എൻ്റർ ചെയ്യുക. അടുത്തതായി ഈ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് താഴെ കാണുന്ന ഗെറ്റ് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു OTP നമ്പർ റിസീവ് ആകും. അതിവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായി ഇവിടെ വാലിഡേറ്റ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതോടെ നിങ്ങളുടെ ആധാർ നമ്പറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ RC ബുക്കിലും ലിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മുടെ RC ബുക്കിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് RC ബുക്കിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.